കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കുറേ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. രാവിലെ 8 മണിക്ക് നമ്മൾ ആരംഭിച്ചതാണ്. ഈ പ്രദേശത്തുള്ള മലയോര മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആവശ്യകതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലയിൽ. 10-20-25 വർഷം ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ ചങ്ങരപ്പാറയിൽ വരുമ്പോൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാമകൃഷ്ണനും വികസനത്തെ കുറിച്ചുകൂടെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ വരുന്നതിന് മുമ്പേ MLA സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വളരെ ഏറെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് അസംബ്ലിയിലുള്ളത്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ MLA ആയിരുന്നപ്പോഴും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഒരുപാട് പരിശ്രമിക്കുകയും അതോടൊപ്പം തൊഴിലാളികളുടെ അവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ട്രേഡ് യൂണിയൻ നേതാവും കൂടിയാണ്. ഇവിടെ നല്ല മാറ്റങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സമയത്ത് അതിനേക്കാൾ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഏറ്റവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ എല്ലായിടത്തും പണം കൊടുക്കുകയും വളരെയധികം മാറ്റമുണ്ടാക്കുകയും ചെയ്തു. ഗവൺമെൻറ് ആശുപത്രികൾ മെച്ചപ്പെടുത്തുകയായിരുന്നു ഞാൻ നേതൃത്വം കൊടുത്ത വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങളുടെ ചക്കിട്ടപ്പാറ PHC ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കണ്ടു, അതിമനോഹരമായിട്ട് ആ ആശുപത്രി ഇപ്പോൾ മാറിയിട്ടുണ്ട്. PHCകൾ FSCകളാക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷവും OP അവിടെ സൗകര്യം ഉണ്ടാകണം, ലാബ് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചിലയിടത്ത് ഇതെല്ലാം പൂർത്തിയായിട്ടുണ്ട്, ചിലയിടത്ത് ഇവിടെ ലാബ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ വലിയ മാറ്റങ്ങളാണ്. പട്ടണത്തിലെല്ലാം പോയി ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം അത്യാവശ്യം നൃത്തവും മലമൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാബോറട്ടറി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. രോഗപ്രതിരോധത്തിലൂന്നി കാര്യങ്ങൾ തുടങ്ങണം എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നീട് ഒരുപടി മാറ്റങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലുകളാണെങ്കിൽ ഡയാലിസിസ് യൂണിറ്റുകൾ, ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ, ഇതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് സാധിച്ചു. ആരോഗ്യ മേഖലയിൽ ഇതെല്ലാം കൊണ്ടുവന്ന മാറ്റങ്ങൾ മുഴുവൻ പ്രസംഗിക്കാൻ പുറപ്പെട്ടാൽ അതൊരു നീണ്ട പ്രസംഗമായി പോകും. ഞങ്ങൾക്ക് വൈകി പോലെ ഇനി പോകുന്നിടത്തെല്ലാം വൈകി പോകും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ട്. അതാണ് പിണറായി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, നമുക്ക് ഈ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. അത് ഏറ്റവും വലിയ കാര്യം അഭ്യസ്തവിദ്യരായിട്ട് യുവാക്കളുടെ തൊഴിലവസരം ഉണ്ടാക്കലാണ്. അതിന് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറ്റില്ല. PSC ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകളെയും ലിസ്റ്റിട്ടിട്ട് ഗവൺമെൻറ് സർവീസ് എടുത്തൂടെ പാസ്സാക്കുന്ന മുഴുവൻ ആളുകളെയും എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ കഴിയില്ല. കാരണം നമ്മുടെ നികുതി വിഹിതം കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മുടെ നികുതി അങ്ങനെ പിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇവിടെ നികുതി പിരിച്ചുകൂടെ ചെലവാക്കാൻ ഒരു സംസ്ഥാനത്തിന് അധികാരമില്ല. പക്ഷെ ആ കിട്ടുന്ന പണം കൃത്യമായിട്ട് കിട്ടണം. അങ്ങോട്ട് പിരിക്കുന്നതിൻ്റെ 3/4 പങ്ക് ഇങ്ങോട്ട് കിട്ടണം. എന്നാലേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1/4 പങ്കേ തരുന്നു, 100% പോലും തരുന്നില്ല. അപ്പോൾ ആ കിട്ടുന്നത് കൊണ്ട് ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ, അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റവന്യൂ ചെലവ് എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെയുള്ള തുകയാണ്. അപ്പോൾ അത് വർദ്ധിപ്പിച്ചാൽ പിന്നെ ഉള്ളത് തരാത്ത അവസ്ഥ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ്റിനെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിലേക്ക് ജയിച്ചു എന്നാലും അവിടെ ചെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണൽ പിടിച്ചു കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായി ശബ്ദിക്കുകയും ഇടപെടുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ വലിയ പോരാട്ടം നമുക്ക് നടത്താം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ചെറുപ്പക്കാർ സംരംഭകരായി മാറണമെന്നാണ്. മലയോര മേഖലയിലടക്കം അത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വ്യവസായ വകുപ്പടക്കം പിന്തുണ കൊടുക്കുന്നു. ഇന്ത്യന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്തുകൾ. അവരുടെ സഹായത്തോടുകൂടി ചില സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ജയിച്ച് പാർലമെന്റിലെത്തിയാൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാധ്യമങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുക. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷം, വലിയ ശല്യം, മനുഷ്യരെ മൃഗങ്ങൾ കൊല്ലുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ അയവ് കുറക്കാൻ നല്ല പദ്ധതികളുണ്ടാകും. അതിന് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം പണം തരണം. സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടൊന്നും
അത്രയേറെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റ് തരണം, അത് ബാധ്യസ്ഥരാണ് കേന്ദ്രം. വനം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടി അവകാശപ്പെടുത്തിയപ്പെട്ടതാണ്. അല്ലെങ്കിൽ പല നിയമങ്ങളെല്ലാം കേന്ദ്രത്തിലാണ്. ആ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്താനുണ്ട്. അത്തരം കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില, കൃഷി നശിച്ചാലുള്ള നഷ്ടപരിഹാരം, ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ യൂണിയനായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റാണ്. BJP ഗവൺമെന്റ് വലിയ അലംഭാവമാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. വലിയ കർഷക സ്നേഹമൊക്കെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടിക്കുമെങ്കിലും ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നും പ്രത്യേകിച്ച് തരുന്നില്ല എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കൃഷിക്കാരുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തും. ബാക്കിയുള്ള വികസന പ്രശ്നങ്ങളൊക്കെ നിങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ഒരു MP എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിന് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയുന്നത് മലയോര മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യും എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. നിങ്ങളുടെ പ്രതിനിധിയായി മലയോര MP-യായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ബാക്കി കാര്യങ്ങൾ MLA-യോടൊക്കെ സംസാരിച്ചുകൊണ്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂട്ടായിട്ട് ചെയ്യാം എന്ന് ഉറപ്പ് പറയുകയാണ്. മലയോര മേഖലയിലെ എല്ലാ കുടുംബത്തിലും നിർമ്മിച്ചതാണ്. കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കണ്ട. നമ്മളെല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് പറയുന്നതല്ല. രാജ്യത്തിന് മതേതരത്വം വേണം, സമാധാനം വേണമെന്ന് പറഞ്ഞാൽ ഏതൊരു മതത്തിന്റെ കാര്യമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിന് അവകാശപ്പെട്ടത് തരണമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും വേണ്ടിയാണ്. ഈ കേരളം പോലെ ഇഷ്ടമുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ വേറെ എവിടെയാണുള്ളത്? ഇവിടെ ശക്തമായ ഇടതുപക്ഷ സംവിധാനം ഉള്ളതുകൊണ്ടാണ്, LDF എന്ന് പറയുന്ന മുന്നണി ഒക്കെയുള്ളത് കൊണ്ടാണ് നമുക്ക് ആരെയും പേടിക്കാതെ പള്ളിയിൽ കയറി ചെല്ലാനും അമ്പലത്തിൽ കയറി ചെല്ലാനും മോസ്കിൽ കയറി ചെല്ലാനും ഒക്കെ പറ്റുന്നത്. അത് എന്നാണോ നൽകുന്നത് ഉത്തരേന്ത്യ പോലെയാവും നമ്മൾ കടുപിടുത്തത്തിന്റെ അസഹിഷ്ണുതയുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ അഭ്യർത്ഥന, ഈ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പിന്നെ 26-ാം തീയതിയല്ലേ ചിന്തിക്കേണ്ടതുള്ളൂ. തെരഞ്ഞെടുപ്പെന്ന് കരുതരുത്. 26-ന് വോട്ട് ചെയ്യാൻ പോകണം. എല്ലാ ദിവസവും ഓർമ്മയുണ്ടാവണം അല്ലേ? എന്താ ഓർമ്മിക്കുക? നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് അല്ലേ? ശൈലജയാണ് സ്ഥാനാർത്ഥി. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് ചെയ്യാത്തതിനെ കൂടുന്നത് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, മക്കളെ കല്യാണം കഴിച്ച് വീടാകാം അല്ലേ, അയലോക്കക്കാരാകാം. അവിടെ നിന്ന് പോകണം, അധികം ദൂരമൊന്നും പോകണ്ട, അയലോകത്തൊന്നും വെറുതെ ചെയ്യുക, അതിന് പ്രയാസമില്ലല്ലോ. അവിടെ നിന്ന് ചെന്നിട്ട് പറയാം, ഇതവണ ഞങ്ങളുടെ ടീച്ചർ മത്സരിക്കുന്നുണ്ട്, നിങ്ങളുടെ വോട്ട് ഞങ്ങളുടെ ടീച്ചർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും. ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരണ്ടാവരുത്. കേട്ടില്ല, അവരോട് ദേഷ്യം വരരുത്, ചോദിക്കുക, തന്നാൽ നല്ലത് അല്ലേ? അപ്പോൾ നിങ്ങൾ ചെല്ലണം, ഫോണിൽ വിളിക്കണം, ബന്ധുക്കളോടൊക്കെ സംസാരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. അങ്ങനെ ജയിച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുക അല്ലേ? പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക. ഈ ഉച്ച സമയത്ത് ഈ ചൂടെല്ലാം ശ്രമിച്ച് ഇവിടെ വന്നു ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാരും ഒന്നും ചെയ്യാൻ വന്നിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. Bravo, bravo,